വിലാപങ്ങൾ 4-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അയ്യോ, പൊന്നു മങ്ങിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി, വിശുദ്ധ രത്നങ്ങൾ സകല വീഥികളുടെയും തലയ്ക്കൽ ചൊരിഞ്ഞു കിടക്കുന്നു. തങ്കത്തോട് തുല്യരായിരുന്ന സിയോന്റെ വിശിഷ്ട പുത്രന്മാരെ കുശവന്റെ പണിയായ മൺപാത്രങ്ങളെ പോലെ എണ്ണിയിരിക്കുന്നതെങ്ങനെ? കുറുനരികൾ പോലും മുല കാണിച്ച് കുട്ടികളെ കുടിപ്പിക്കുന്നു. എന്റെ ജനത്തിന്റെ പുത്രിയോ മരുഭൂമിയിൽ ഒട്ടകപ്പക്ഷിയെ പോലെ ക്രൂരയായി തീർന്നിരിക്കുന്നു. മുല കുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു, ആരും നുറുക്കി കൊടുക്കുന്നതുമില്ല. സാധുഭോജ്യങ്ങളെ അനുഭവിച്ചു വന്നവർ വീഥികളിൽ പട്ടിണി കിടക്കുന്നു. ധൂമ്രവസ്ത്രം ധരിച്ച് വളർന്നവർ കുപ്പകളെ ആലിംഗനം ചെയ്യുന്നു. കൈ തൊടാതെ പെട്ടെന്ന് മറിഞ്ഞുപോയ സൊദോമിന്റെ പാപത്തേക്കാൾ എന്റെ ജനത്തിന്റെ പുത്രിയുടെ അകൃത്യം വലുതാകുന്നു. അവരുടെ പ്രഭുക്കന്മാർ ഹിമത്തിലും നിർമ്മലന്മാരും പാലിലും വെളുത്തവരുമായിരുന്നു. അവരുടെ ദേഹം പവിഴത്തിലും ചുമപ്പുള്ളതും അവരുടെ ശോഭ നീലക്കല്ല് പോലെയുമായിരുന്നു. അവരുടെ മുഖം കരിക്കട്ടേക്കാൾ കറുത്തിരിക്കുന്നു. വീഥികളിൽ അവരെ കണ്ടിട്ട് ആരും അറിയുന്നില്ല. അവരുടെ ത്വക്ക് അസ്ഥികളോട് പറ്റി ഉണങ്ങിയ മരം പോലെയായി തീർന്നിരിക്കുന്നു. വാൾ കൊണ്ട് മരിക്കുന്നവർ വിശപ്പ് കൊണ്ട് മരിക്കുന്നവരിലും ഭാഗ്യവാന്മാർ. അവർ നിലത്തിലെ അനുഭവമില്ലായ്മയാൽ ബാധിതരായി ക്ഷീണിച്ചു പോകുന്നു. കരുണയുള്ള സ്ത്രീകൾ തങ്ങളുടെ പൈതങ്ങളെ സ്വന്തം കൈകൊണ്ട് പാകം ചെയ്ത് അവർ എന്റെ ജനത്തിന് പുത്രിയുടെ നാശത്തെങ്കിൽ അവർക്ക് ആഹാരമായിരുന്നു. യഹോവ തന്റെ ക്രോധം നിവർത്തിച്ച് തന്റെ ഉഗ്രകോപം ചൊരിഞ്ഞിരിക്കുന്നു. അവർ സിയോനിൽ തീ കത്തിച്ച് അത് അതിന്റെ അടിസ്ഥാനങ്ങളെ ദഹിപ്പിച്ചു കളഞ്ഞു. വൈരിയും ശത്രുവും യെരൂശലേമിന്റെ വാതിലുകൾക്കകത്ത് കടക്കുമെന്ന് ഭൂരാജാക്കന്മാരും ഭൂവാസികളും ആരും വിശ്വസിച്ചിരുന്നില്ല. അതിന്റെ നടുവിൽ നീതിമാന്മാരുടെ രക്തം ചൊരിഞ്ഞിട്ടുള്ള പ്രവാചകന്മാരുടെ പാപങ്ങളും പുരോഹിതന്മാരുടെ അകൃത്യങ്ങളും ഹേതുവായി അവർ കുരുടന്മാരായി വീഥികളിൽ ഉഴുന്ന് രക്തം പുരണ്ട് നടക്കുന്നു. അവരുടെ വസ്ത്രം ആർക്കും തൊട്ടുകൂടാ. മാറുവിൻ, അശുദ്ധൻ, മാറുവിൻ, മാറുവിൻ, തൊടരുത് എന്നവരോട് വിളിച്ചു പറയും. അവർ ഓടി ഉഴലുമ്പോൾ അവർ ഇനി ഇവിടെ വന്നു പാർക്കില്ല എന്ന് ജാതികളുടെ ഇടയിൽ പറയും. യഹോവയുടെ നോട്ടം അവരെ ചിതറിച്ചു, അവൻ അവരെ കടാക്ഷിക്കയില്ല. അവർ പുരോഹിതന്മാരെ ആദരിച്ചിട്ടില്ല, വൃദ്ധന്മാരോട് കൃപ കാണിച്ചതുമില്ല. വ്യർത്ഥ സഹായത്തിനായി നോക്കി ഞങ്ങളുടെ കണ്ണിപ്പോഴും മങ്ങുന്നു. രക്ഷിപ്പാൻ കഴിയാത്ത ജാതിക്കായി ഞങ്ങൾ ഞങ്ങളുടെ കാവൽ മാളികയിൽ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ വീഥികളിൽ ഞങ്ങൾക്ക് നടന്നുകൂടാത്തവണ്ണം അവർ ഞങ്ങളുടെ കാലടികൾക്ക് പതിയിരിക്കുന്നു. ഞങ്ങളുടെ അവസാനം അടുത്തു, ഞങ്ങളുടെ കാലം തികഞ്ഞു, ഞങ്ങളുടെ അവസാനം വന്നിരിക്കുന്നു. ഞങ്ങളെ പിന്തുടർന്നവർ ആകാശത്തിലെ കഴുക്കളിലും വേഗമുള്ളവർ. അവർ മലകളിൽ ഞങ്ങളെ പിന്തുടർന്നു, മരുഭൂമിയിൽ ഞങ്ങൾക്കായി പതിയിരുന്നു. ഞങ്ങളുടെ ജീവശ്വാസമായി യഹോവയുടെ അഭിഷിക്തനായവൻ അവരുടെ കുഴികളിൽ അകപ്പെട്ടിരിക്കുന്നു. അവന്റെ നിഴലിൽ നാം ജാതിയുടെ മധ്യേ ജീവിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. ഊസ് ദേശത്ത് പാർക്കുന്ന ഏദോം പുത്രിയെ സന്തോഷിച്ചാനന്ദിക്കാം. പാനപാത്രം നിന്റെ അടുക്കിലേക്ക് വരും, നീ ലഹരി പിടിച്ച് നിന്നെ തന്നെ നഗ്നയാക്കും. സിയോൻ പുത്രിയെ, നിന്റെ അകൃത്യം തീർന്നിരിക്കുന്നു, ഇനി അവൻ നിന്നെ പ്രവാസത്തിലേക്ക് അയക്കയില്ല. ഏദോം പുത്രിയെ, അവൻ നിന്റെ അകൃത്യം സന്ദർശിക്കുകയും നിന്റെ പാപങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. മാറിക്കുമോ?